ഹലോ ഫ്രണ്ട്സ്, ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധ്യ തിരുവിതാംകൂറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മധ്യ തിരുവിതാംകൂറും മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂർ പൊളിറ്റിക്സുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. വരുന്ന LDC ഡിഗ്രി ലെവൽ മെയിൻസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മധ്യ തിരുവിതാംകൂർ AD 800 മുതൽ 1124 വരെ, എത്രയാണ്? AD 800 മുതൽ 1124 വരെ വാണിരുന്ന ചേരന്മാരുടെ ഭരണകാലത്താണ് കേരളം ഒരു ഏകശാസന രാജ്യമായി വളർന്നു വരുന്നത്. കൊല്ലത്തിന് വടക്കുള്ള ഇന്നത്തെ കേരളത്തിലെ മിക്ക ഭാഗങ്ങളും, അതായത് കൊല്ലത്തിന് വടക്കുള്ള ഇന്നത്തെ കേരളത്തിലെ മിക്ക ഭാഗങ്ങളും എന്ന് പറയുമ്പോൾ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരും അതുപോലെ അതിൻ്റെ സമീപ പ്രദേശങ്ങളും പിന്നെ സേലം, കോയമ്പത്തൂർ ജില്ലകളുടെ പ്രധാന ഭാഗങ്ങളും ഇവരുടെ അധികാര പരിധിയിലായിരുന്നു. ആരുടെ? ഈ ചേരന്മാരുടെ അധികാര പരിധിയിലായിരുന്നു. കൊല്ലവർഷത്തിൻ്റെ ആരംഭം അതുപോലെ കൊല്ലം പ്രമുഖ തുറമുഖമായതൊക്കെ ആരുടെ കാലത്താണ്? ഈ ചേരന്മാരുടെ കാലത്താണ്. കൊല്ലം എന്ന് പറയുന്നത് തുറമുഖ ഒരു വാണിജ്യ കേന്ദ്രമായി വളർന്നു വരുന്നത് ആരുടെ കാലത്താണ്? ഈ ചേരന്മാരുടെ കാലത്താണ്. ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ പല നാടുകളായി തിരിച്ചിരുന്നു. അതായത് ഒരു വലിയ വിസ്തൃത പ്രദേശം അത് ഒരു രാജാവിന് കീഴിലേക്ക് ഏകീകരിക്കുമ്പോൾ അത് രാജാവിന് എല്ലാ ഭാഗവും പോയി ഭരണകാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, അതായത് ഭരണകാര്യം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ആ രാജ്യത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ട് ആ നാട്ടുരാജ്യങ്ങളെ ഭരിക്കാൻ ചില നാട്ടുപ്രമാണികളെ ഏർപ്പാടാക്കും. അതായത് കേരളം എന്ന വലിയൊരു വിസ്തൃത ദേശം വിഭജിച്ചിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി അവിടെ ചില ആളുകളെ ഏർപ്പാടാക്കി. അങ്ങനെ ചേരന്മാരുടെ ഭരണ സൗകര്യത്തിനായി വിഭജിച്ചിരുന്ന നാടുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഏറ്റവും തെക്കേയറ്റത്ത് വേണാടായിരുന്നു. ഏറ്റവും തെക്കേയറ്റത്ത് വേണാട്, അതിനെ തുടർന്ന് ഓടനാട് എന്ന് പറയും. ഓടനാട് കഴിഞ്ഞ് നൻഡേ നാട്, പിന്നെ മുഞ്ഞുനാട്, വെമ്പലി നാട്, വള്ളുവനാട്, ഏറാൾ നാട്, കീഴ്മലൈ നാട്, കാൽക്കരേ നാട്, നെടുംപുറയൂർ നാട്, അതുപോലെ പോളനാട്, കോലത്ത് നാട്, കുറക്കിരുനാട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് അല്ലെ നാട്ടുപ്രദേശങ്ങളായിട്ട് ഒരു വലിയ വിസ്തൃതമായിട്ടുള്ള കേരളത്തിനെ വിഭജിച്ചു. ഓരോ നാടും ഓരോ നാടുവാഴികളുടെ കീഴിലാക്കി നിശ്ചയപ്പെടുത്തി. ഓരോ നാടും ഭരണ സൗകര്യത്തിനായി എന്ത് ചെയ്യുന്നു? നാടുവാഴികൾ, അതായത് ഈ ഒരു നാടിനെ ഭരിക്കുന്ന അല്ലെ നാട്ടിലെ ഭരണങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ എന്താണ് വിളിച്ചിരുന്നത്? നാടുവാഴികൾ എന്ന് വിളിച്ചു. അങ്ങനെ ഓരോ നാടും ഓരോ നാടുവാഴികളുടെ കീഴിലായിരുന്നു. തറവാടുകളുടെ സംഖ്യ അനുസരിച്ച് അവിടുത്തെ ജനക്കൂട്ടത്തെ 300 എന്നും 600 എന്നിങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഇതൊക്കെയായിരുന്നു ചേരന്മാരുടെ കാലഘട്ടത്ത്. അതായത് മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന മധ്യ തിരുവിതാംകൂർ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. എങ്ങനെ? വലിയൊരു വിസ്തൃത ദേശത്തെ വിഭജിച്ചുകൊണ്ട് ചെറിയ ചെറിയ നാട്ടുപ്രദേശങ്ങളാക്കി ഓരോ നാടുവാഴികളെ ഏൽപ്പിച്ചു. അങ്ങനെ അക്കാലത്ത് നിലനിന്നിരുന്ന ഏകദേശം 13-14 നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഒരു വിസ്തൃത ദേശം രൂപപ്പെടുത്തി. ഈ ദേശത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? മഹോദയപുരം എന്നായിരുന്നു. എന്തായിരുന്നു? മഹോദയപുരം. അങ്ങനെ മഹോദയപുരത്തിലെ കേരളത്തിൽ നിന്നിരുന്ന 14 നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ആ വിസ്തൃത പ്രദേശത്തിന് പറയുന്ന പേരായിരുന്നു മഹോദയപുരം. അങ്ങനെ മഹോദയപുരത്തെ ദേശത്തെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? പെരുമാക്കൾ. എന്തായിരുന്നു? പെരുമാക്കൾ. എന്നാൽ മഹോദയപുരം ചേരന്മാരുടെ പതനത്തോടെ എന്തു സംഭവിച്ചു? കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ചെറുകിട രാജ്യങ്ങൾ സ്വതന്ത്രാധികാരം നടത്താൻ തുടങ്ങി. എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഒരൊറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ചെറുകിട രാജ്യങ്ങളായി 14ഓളം ചെറുകിട രാജ്യങ്ങളായി തിരിച്ചിരുന്നല്ലോ. ഈ രാജ്യങ്ങളിലെ ഓരോ നാടുവാഴികൾ എന്തായി? സ്വതന്ത്രാധികാരം നടത്താൻ തുടങ്ങി. അങ്ങനെ വേണാട്, ആറ്റിങ്ങൽ, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, കായംകുളം, പുറക്കാട്, പന്തളം, തെക്കുംകൂർ, വടക്കുംകൂർ, പൂഞ്ഞാറ്, കരപ്പുറം, അഞ്ചിക്കൈമൾമാർ, കൊച്ചി, ഇടപ്പള്ളി, പറവൂർ, ആലങ്ങാട്, കൊടുങ്ങല്ലൂർ, ഐരൂർ, തലപ്പള്ളി, വള്ളുവനാട്, കൊല്ലങ്കോട്, പാലക്കാട്,
പാലക്കാട്, കവളപ്പാറ, വെട്ടത്തുനാട്, കോഴിക്കോട്, കടത്തനാട്, നീലേശ്വരം, കുമ്പള തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത നാടുവാഴികളാണ് ആ കാലത്ത് സ്വതന്ത്ര ഭരണം നടത്തി തുടങ്ങിയത്. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അന്നുണ്ടായിരുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ ഒരു നാടുവാഴികളെ ഏൽപ്പിച്ചിരുന്നു. ഈ നാടുവാഴികളൊക്കെ ചേരന്മാരുടെ, അതായത് മഹോദയപുരം ചേരന്മാരുടെ പതനത്തോടുകൂടി സ്വതന്ത്രാധികാരികളായി മാറി. അതായത് സ്വന്തമായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സ്വതന്ത്ര രാജ്യമായി മാറിയ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 നാട്ടുരാജ്യങ്ങളായിരുന്നു വേണാട്, കൊട്ടാരക്കര, കൊച്ചി, കോലത്തുനാട്, കോഴിക്കോട് അഥവാ ഏറനാട്. ഏതായിരുന്നു ഈ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേരന്മാരുടെ പതനത്തോടുകൂടി, മഹോദയപുരം ചേരന്മാരുടെ പതനത്തോടുകൂടി ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്ന രാജ്യങ്ങളിലെ നാടുവാഴികൾ സ്വതന്ത്രമായിട്ട് ഭരണം തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ നാട്ടുരാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 നാട്ടുരാജ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 5 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, ഒന്ന് വേണാട്, കൊട്ടാരക്കര, കൊച്ചി, കോലത്തുനാട്, കോഴിക്കോട്. ഇത്തരം ഓരോ ദേശങ്ങൾക്കും മറ്റു ചില വിളിപ്പേരുകൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒന്നാണ് വേണാട്. തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് പറയുന്നത്. തൃപ്പാപ്പൂർ സ്വരൂപം, തൃപ്പാദപുരം സ്വരൂപം എന്നായിരുന്നു പേര്. എന്തുകൊണ്ടാണ് തൃപ്പാദപുരം സ്വരൂപം എന്ന് പറഞ്ഞാൽ, ശ്രീ പത്മനാഭൻ്റെ പാദങ്ങൾക്ക് അർപ്പിതമായ ദേശം എന്ന രീതിയിലാണ് തൃപ്പാദപുരം എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ തൃപ്പാദപുരം ലോപിച്ചാണ് തൃപ്പാപ്പൂരായത്, തൃപ്പാപ്പൂർ സ്വരൂപം. അങ്ങനെ ഓരോ നാട്ടുരാജ്യങ്ങൾക്കും ഓരോ പേരുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ സംബോധനകളുണ്ടായിരുന്നു. കൊട്ടാരക്കരയ്ക്ക് വിളിച്ചിരുന്ന പേരാണ് ഇളയിടത്തു സ്വരൂപം. കൊച്ചി വിളിച്ചിരുന്ന പേരാണ് പെരുമ്പടപ്പ് സ്വരൂപം. എന്താണ് പെരുമ്പടപ്പ് സ്വരൂപം? അതുപോലെ കോലത്ത് നാടിനെ, അല്ലെങ്കിൽ ചിറക്കിൽ എന്നറിയപ്പെടുന്ന നാടിനെ വിളിച്ചിരുന്ന പേരെന്താണ്? കോലസ്വരൂപം. അതുപോലെ കോഴിക്കോട് അല്ലെങ്കിൽ ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം. അതുപോലെ മറ്റു നാട്ടുരാജ്യങ്ങളും ഉണ്ട് കേട്ടോ. കോലത്തിരി നാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നാടുകളുണ്ടായിരുന്നു. അതുപോലെ പഠിക്കേണ്ട ഒന്നാണ്, ഇത്തരം നാടുവാഴികളൊക്കെ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ശാസനങ്ങൾ എന്നാണ്. ഇത്തരം നാടുവാഴികൾ നൽകുന്ന സംഭാവനകൾ, അതായത് ചില ആളുകൾക്ക് അല്ലെ ചില സമുദായത്തിന് അല്ലെ ചില മതങ്ങൾക്കൊക്കെ ഇവർ നൽകുന്ന ചില സംഭാവനകളൊക്കെ ഉണ്ട്. ചില ദേശമായിരിക്കാം, അല്ലെ പള്ളി പണിയാനുള്ള സ്ഥലമായിരിക്കാം, അല്ലെ അമ്പലം കെട്ടാനുള്ള സ്ഥലമായിരിക്കാം. ഇതിനെയൊക്കെ രേഖപ്പെടുത്തി വെക്കും. ഇത്തരം രേഖപ്പെടുത്തി വെക്കലിന് അറിയപ്പെടുന്നതാണ് ശാസനങ്ങൾ. എന്താണ് ശാസനങ്ങൾ? നാടുവാഴികൾ നൽകിയിരുന്ന അവകാശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാസനങ്ങൾ എന്നായിരുന്നു. പാലിയം ചെപ്പേടിൽ പറഞ്ഞിരിക്കുന്നത് തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധമത വിശ്വാസികൾക്ക് നൽകിയ അവകാശങ്ങളെക്കുറിച്ചാണ്. പാലിയം ചെപ്പേടിൽ പറഞ്ഞിരിക്കുന്നത് തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധമത വിശ്വാസികൾക്ക് നൽകിയിരുന്ന അവകാശങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തിരുമണ്ണൂർ ശാസനത്തിൽ പറഞ്ഞിരിക്കുന്നത് ജൈനമതക്കാർക്ക് താഴേക്കാവ്, കിനാലൂര്, ചിതറാല്, തിരുമണ്ണൂർ എന്നിവിടങ്ങളിൽ ചെയ്ത ദാനങ്ങളെക്കുറിച്ചാണ്. ഇപ്പം മനസ്സിലായില്ല എന്താണ് ശാസനങ്ങൾ എന്നത്? എന്താണ് ശാസനങ്ങൾ എന്നാൽ ഇത്തരം രാജാക്കന്മാർ നൽകിയിരുന്ന ദാനങ്ങൾ, സംഭാവനകൾ, വിട്ടുകൊടുത്ത പ്രദേശങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കും. അത് ചെമ്പ് തകിടുകളിലാകാം, കല്ലിലായിരിക്കാം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തൊലിയിലൊക്കെ ആയിരിക്കാം, രേഖകളാക്കി വെക്കും. അങ്ങനെ അക്കാലങ്ങളിലെ രാജാക്കന്മാർ നൽകിയിരുന്ന ദാനധർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെയുള്ള ഒരു ശാസനമാണ് തരിശാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. ഈ തരിശാപ്പള്ളി ശാസനത്തിന് മണിഗ്രാമം കച്ചവട സ്ഥലത്തിൽപ്പെട്ട ക്രൈസ്തവ വ്യാപാരി മാർസപ്പി റീഷോയ്ക്ക് കൊല്ലം നഗരത്തിൽ കച്ചവടം നടത്തുവാനും കുരക്കേണിക്കൊല്ലത്ത് പള്ളി പണിയാനും അയ്യനടികൾ തിരുവടികൾ സ്ഥലം അനുവദിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. തരിശാപ്പള്ളി ശാസനത്തിൽ എന്താണ് പറയുന്നത്? അതായത് ക്രൈസ്തവ വ്യാപാരിയായിരുന്ന മാർസപ്പി റീഷോയ്ക്ക് കൊല്ലം നഗരത്തിൽ കച്ചവടം നടത്തുവാനും കുരുക്കേണിക്കൊല്ലത്ത് ഒരു പള്ളി പണിയാനും വേണ്ടി അയ്യനടികൾ തിരുവടികൾ സ്ഥലം അനുവദിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്തെ രാജാവ് ആരാണ്? പെരുമാൾ രാജാവ് ആരാണ്? സ്ഥാണു രവിവർമ്മനാണ്. ആ സമയത്തെ രാജാവ് അഥവാ പെരുമാൾ രാജാവ് എന്ന് പറയുന്ന ആരാണ്? സ്ഥാണു രവിവർമ്മൻ. ഇവിടെ നിങ്ങൾക്കുണ്ടാവുന്ന മറ്റൊരു സംശയമാണ് മണിഗ്രാമം. എന്താണ് മണിഗ്രാമം? മണിഗ്രാമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കച്ചവട സ്ഥലം, അതിന് പറയുന്ന പേരാണ്. അക്കാലത്ത് നിലനിന്ന ചില കച്ചവട സ്ഥലങ്ങളുണ്ട്. ഒന്ന് മണിഗ്രാമം, പിന്നെ 5 വണ്ണം തുടങ്ങിയ ചില കച്ചവട സ്ഥലങ്ങൾ. അതായത് വണിക്കുകൾ വാണിരുന്ന പ്രദേശങ്ങൾ, അവരാണ് വണിക്കുകളാണ് അന്ന് കച്ചവടം നടത്തിയിരുന്നത്. അവരെക്കുറിച്ച് പറയുന്ന, അതിലെ അവരുടെ പ്രദേശത്തെക്കുറിച്ച് പറയുന്ന പേരാണ് മണിഗ്രാമം അല്ലെങ്കിൽ 5 വണ്ണം എന്നൊക്കെ. ഓക്കെ,
ഇതുപോലെ അക്കാലത്ത് നിലനിന്ന മറ്റൊരു രേഖയാണ് എന്ത്? വീരരാഘവ പട്ടയം എന്ന് പറയുന്നത്. എന്താണ് വീരരാഘവ പട്ടയം? എന്താണ് ഈ വീരരാഘവ പട്ടയം? മഹാദേവൻ പട്ടണത്തിലെ ഇരവിക്കോർത്തൻ എന്ന വ്യാപാര പ്രമുഖന് ഗ്രാമപ്പട്ടം നൽകുന്നതാണ് എന്ത്? ഈ പട്ടയത്തിലെ പ്രമേയം എന്ന് പറയുന്നത്. വീരരാഘവ പട്ടത്തിലെ പ്രമേയം എന്താണ്? മഹാദേവൻ പട്ടണത്തിലെ ഇരവിക്കോർത്തൻ എന്ന വ്യാപാര പ്രമുഖന് ഒരു ഗ്രാമപ്പട്ടം നൽകുന്നു. അതാണ് എന്ത്? വീരരാഘവ പട്ടയം. ഈ പട്ടയങ്ങൾ അല്ലെങ്കിൽ ശാസനങ്ങളൊക്കെ ആരുടെ ഭരണകാലത്ത് നൽകിയിരുന്നതാണ്? മഹോദയപുരം രാജാക്കന്മാരായിരുന്ന ചേര രാജാക്കന്മാരുടെ കാലത്ത് നൽകിയിരുന്നതാണ്. അതിനുശേഷം നാട്ടുരാജ്യങ്ങളായി ഓരോരുത്തരും സ്വതന്ത്ര ഭരണാധികാരം നടത്തിയിരുന്ന കാലമുണ്ട്. അന്ന് നൽകിയിരുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന മഹോദയപുരം ചേരന്മാർ നൽകിയിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ മഹോദയപുരം ചേരനായ വീരകേരളവർമ്മ രാജസിംഹൻ്റെ ഒരു ശാസനം എവിടെയുണ്ട്? ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള താഴേക്കാട് പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്? അതിൽ മണിഗ്രാമത്തിലെ അംഗങ്ങളായ ചാത്തൻ വടുകൻ, ഇരവിച്ചാത്തൻ എന്നീ രണ്ട് വ്യാപാര പ്രമുഖർക്ക്, എന്താണ്? മണിഗ്രാമത്തിലെ അംഗങ്ങളായ ചാത്തൻ വടുകൻ, ഇരവിച്ചാത്തൻ എന്നീ രണ്ട് വ്യാപാര പ്രമുഖർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ, കച്ചവടാവകാശങ്ങളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവകാശങ്ങളാകാം, ചില പ്രത്യേക അവകാശങ്ങൾ എന്നാണ് പറയുന്നത്, അത് അനുവദിച്ചു കൊടുത്തതായി കാണുന്നു എന്നാണ് എന്തിൽ പറയുന്നത്? ഈ മഹോദയപുരം ചേരന കേരളവർമ്മൻ്റെ രാജശാസനത്തിൽ പറയുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്? മണിഗ്രാമത്തിൻ്റെയും അഞ്ചുവണ്ണത്തിൻ്റെയും കേരളത്തിലെ പ്രധാന ആസ്ഥാനം കൊല്ലമായിരുന്നു. എവിടെയായിരുന്നു? മണിഗ്രാമം അല്ലെങ്കിൽ അഞ്ചുവണ്ണം എന്നൊക്കെ പറയുന്ന വണിക്കുകളുടെ പ്രധാന ആസ്ഥാനം എവിടെയായിരുന്നു? കൊല്ലമായിരുന്നു. കൊല്ലവുമായിട്ടുള്ള വ്യാപാരത്തിൽ ചൈനക്കാർക്ക് പ്രമുഖ സ്ഥാനം നൽകിയിരുന്നു. തമിഴ് ശാസനങ്ങളിൽ പഞ്ചലത്തർ എന്നും തെലുങ്ക് ശാസനങ്ങളിൽ പഞ്ചാലവാറ് എന്നും സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഇവരെയാണ്. ആരെ? ചൈനക്കാരെയാണ്. പിന്നെ എന്താണ് പറയുന്നത്? വളഞ്ചിയർ. എന്താണ് വളഞ്ചിയർ എന്ന് പറഞ്ഞാൽ? വളഞ്ചിയർ എന്ന് പറഞ്ഞാൽ അഞ്ചുവണ്ണവും മണിഗ്രാമവും സജീവമായിരുന്ന കാലത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു വാണിക് സംഘമാണ് എന്ത്? വളഞ്ചിയർ എന്ന് പറയുന്നത്. എന്താണ് ഈ വാണിക് സംഘം എന്ന് പറഞ്ഞാൽ? കച്ചവടക്കാർ. അതായത് ഒരു പ്രദേശത്ത് ഓരോ കച്ചവടക്കാരുണ്ടോ, അവരെ വിളിച്ചിരുന്ന പേരാണ് വാണിക്. അപ്പോൾ വളഞ്ചിയർ കേരളത്തിലെ വീരരാഘവ പട്ടയത്തിൽ കളത്തു, വളഞ്ചിയറും വളഞ്ചിയത്തിൽ തനിച്ചെട്ടും, എന്താണ്? വളഞ്ചിയറും വളഞ്ചിയത്തിൽ തനിച്ചെട്ടും തുടങ്ങിയ ബഹുമതികൾ ചക്രവർത്തി ആർക്ക് നൽകിയിരുന്നു? ഈ ഒരു വണിക്കുകൾക്ക്, വളഞ്ചിയർ വണിക്കുകൾക്ക് നൽകിയിരുന്നതായിട്ട് ഇത്തരം ശാസനങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾക്കിവിടെ LDC പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കാനുള്ളത് തിരുവിതാംകൂർ രാജാക്കന്മാർ മുതലുള്ള ചരിത്രമാണ്. അതായത് യൂറോപ്യന്മാർക്ക് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രമാണ് പഠിക്കാനുള്ളത്. മധ്യ തിരുവിതാംകൂർ LDCയിലൊരു സിലബസിൽ വരുന്നില്ലതല്ല, പക്ഷേ ഡിഗ്രി ലെവലിനൊക്കെ മധ്യകാലഘട്ടം എന്നൊരു വിഷയം വരുന്നുണ്ട്. മധ്യകാലഘട്ടം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രിക്കൂടെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഭാഗം പറഞ്ഞു പോയത്. ഏതായാലും നമ്മളൊരു ഹിസ്റ്ററി പറയുകയാണ്, അതായത് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഹിസ്റ്ററി പറയുകയാണ്. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ട് മുന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നല്ലതല്ലേ എന്തായാലും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാന ടോപ്പിക്കായ പ്രധാന തിരുവിതാംകൂർ ഭരണാധികാരികൾ, ഈ വിഷയമാണ് നോക്കുന്നത്. ആരൊക്കെയായിരുന്നു പ്രധാന തിരുവിതാംകൂർ ഭരണാധികാരികൾ? 12 രാജാക്കന്മാരായിരുന്നുണ്ടത്. ആരൊക്കെയാണ്? 12 രാജാക്കന്മാർ. അതിൽ ഒന്നാമത്തെ ആളാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നാമത്തെ ആൾ. ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 1729 മുതൽ 1758 വരെയാണ്. 1729 മുതൽ 1758 വരെ. രണ്ടാമത് വരുന്നതാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ എന്ന് പറയും. ഈ തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ആളാണ് ധർമ്മരാജയാണ്. എന്താണ്? ധർമ്മരാജ. എന്തുകൊണ്ടാണ് ധർമ്മരാജ എന്ന് വിളിക്കുന്നത്? അതായത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും കൂടും കൊടുക്കുകയോ എടുത്തിട്ട് തിരുവിതാംകൂറിൽ അഭയം തേടി. ആ സമയത്ത് ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും അഭയം നൽകിയ രാജാവായിരുന്നു ആര്? ധർമ്മരാജ. അതാ കാർത്തിക തിരുനാൾ രാമവർമ്മ. അതുകൊണ്ടാണ് ധർമ്മരാജ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? 1758 മുതൽ 1798 വരെ. മൂന്നാമത് വരുന്ന ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അതായത് തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരി എന്ന് സംബോധന ഉള്ളൊരു രാജാവായിരുന്നു ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏത് വർഷം ഏതാണ്? ഭരണകാലഘട്ടം ഏതാണ്? 1798 മുതൽ 1810.
അടുത്തത് നാലാമത്തെ ആരാണ്? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി. അതായത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആദ്യമായിട്ടൊരു അതായത് സ്ത്രീ ഭരണം വരുന്നത് ആരിലൂടെയാണ്? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിലൂടെയാണ്. ഇത് ഏതാണ് വർഷം? 1810 മുതൽ 15 വരെ 5 വർഷമാണ് ഭരിച്ചത്. പിന്നെ വരുന്നത് ആരാണ്? അഞ്ചാമതായി വരുന്ന ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആയിരുന്നു. ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി. ഒരു റീജൻ്റ് ഭരണാധികാരിയായിരുന്നു അല്ലേ. 1815 മുതൽ 29 വരെയായിരുന്നു. ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായിൻ്റെ ഭരണകാലഘട്ടം ഏതായിരുന്നു? 1815 മുതൽ 29 വരെ. പിന്നെ ആറാമത് വരുന്ന ആരാണ്? സ്വാതി തിരുനാളാണ്. ആരാണ്? സ്വാതി തിരുനാൾ രാമവർമ്മ. സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം ഏതാണ്? ഭരണകാലഘട്ടം 1829 1846. സ്വാതി തിരുനാളാണ് എന്ത്? ഗർഭശ്രീമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന് അതുമാത്രമല്ല, ഒരുപാട് പേരുകളുണ്ട് അല്ലേ, ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഇപ്പം ആരാണ്? ആറാമത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ് വരുന്നത് 1829 മുതൽ 1846 വരെ. ഓക്കെ, ഏഴാമതായി വരുന്ന ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മ രണ്ടുപേരുള്ളതുകൊണ്ട് അങ്ങോട്ടും കൺഫ്യൂഷൻ ആവുക. ഒന്നാമത്തെ ആളായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ഉത്രം തിരുനാൾ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വർഷം ഏതാണ്? ഭരണകാല വർഷം 1847 മുതൽ 1860 വരെയാണ്. 1847 മുതൽ 1860 വരെ. അതുപോലെ 8 ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം എത്രയാണ്? 1860 മുതൽ 1880 വരെയാണ്. ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1860 മുതൽ 1880 വരെ. ഒമ്പതാമതായി വരുന്ന ആരാണ്? വിശാഖം തിരുനാൾ രാമവർമ്മ. വിശാഖം തിരുനാൾ രാമവർമ്മ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച ആരായിരുന്നു തിരുവിതാംകൂറിൽ? വിശാഖം തിരുനാൾ. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. തിരുവിതാംകൂർ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച ആരാണ്? വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഏതാണ് വർഷം? ഭരണകാലഘട്ടം 1880 മുതൽ 1885 വരെ. പിന്നെ അടുത്തത് 10ാമതായിട്ട് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം ഏതാണ് വർഷം? 1885 മുതൽ 1924 വരെ. എത്രയാണ്? 85 മുതൽ 1924 വരെയാണ്. പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി. അടുത്ത് പൂരാടം 11ാമതാണ്. പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി 1924 മുതൽ 31 വരെ. ആരാണ്? 24 മുതൽ 31 വരെ ഭരിച്ചിരുന്നത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി ആണ്. പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി ആയിരുന്നു അല്ലേ. 12ാമത് വരുന്ന ആരാണ്? 12ാമത് വരുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എത്ര വർഷം? ഭരണകാലഘട്ടം ഏതാണ്? 1931 മുതൽ 47 വരെ. 1931 മുതൽ 47 വരെ. അപ്പോൾ ഈ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരുന്നത് ഈ ഒരു 12 ഭരണാധികാരികളെക്കുറിച്ചാണ്. ഈ 12 ഭരണാധികാരികളെക്കുറിച്ച് നമുക്ക് പഠിച്ചെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ എടുക്കാം. ആരാണ് ആദ്യത്തെ ആൾ? ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പം നമ്മൾ നോക്കുമ്പോഴേ ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരെന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തൊട്ടുമുമ്പ് പറഞ്ഞതാണ്. എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം. എങ്ങനെയാണ് തൃപ്പാപ്പൂർ സ്വരൂപം വന്നത് എന്നും നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു? തൃപ്പാദപുരം സ്വരൂപം എന്നത് ലോപിച്ചാണ് തൃപ്പാപ്പൂർ സ്വരൂപമായത്. പത്മനാഭന് സമർപ്പിക്കപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ നാട് എന്ന രീതിയിൽ പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട നാട് എന്ന രീതിയിലാണ് തൃപ്പാദപുരം സ്വരൂപം എന്ന് പറയുന്നത്. അത് പിന്നീട് ലോപിച്ചെന്തായി? തൃപ്പാപ്പൂർ സ്വരൂപം എന്നായി. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരെന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകനാരാണ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇദ്ദേഹത്തിൻ്റെ അന്ന് മരുമക്കത്തായമായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. ഇദ്ദേഹത്തിൻ്റെ അമ്മാവനിൽ നിന്നാണ് ഇദ്ദേഹത്തിന് അധികാരം കിട്ടുന്നത്. അമ്മാവനിൽ നിന്നും അധികാരം കിട്ടുന്നു. ഈ അധികാരം നേടുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒപ്പുവെച്ചൊരു സന്ധി ഉണ്ട്. ഏതാണ്? വേണാട് ഉടമ്പടി. 1723 ഒപ്പുവെച്ചൊരു ഉടമ്പടിയാണ് എന്ത്? വേണാട് ഉടമ്പടി. ഇതാണ് 1723 ഒപ്പുവെച്ച ഉടമ്പടി, വേണാട് ഉടമ്പടി.
ഓക്കെ, അപ്പോൾ നമ്മൾ തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന മറ്റു പേരുകളാണ് വഞ്ചി ഭൂപതിമാർ. എന്താണ് വഞ്ചി ഭൂപതിമാർ? അതുപോലെ ശ്രീ പത്മനാഭദാസന്മാർ. തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന മറ്റു പേരുകളാണ് വഞ്ചി ഭൂപതിമാർ, അതുപോലെ ശ്രീ പത്മനാഭദാസന്മാർ. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്തായിരുന്നു? വഞ്ചീശമംഗളമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്തായിരുന്നു? വഞ്ചീശമംഗളം. ആരായിരുന്നു വഞ്ചീശമംഗളം എഴുതിയത്? ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യറാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് എന്ത് വഞ്ചീശമംഗളം എഴുതിയത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? വലംപിരി ശംഖ്. എന്താണ്? വലംപിരി ശംഖായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്. കൊഞ്ചിഷൽ എന്ന് പറയും, ഇംഗ്ലീഷിൽ കൊഞ്ചിഷൽ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അവരെ എങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്? ദളവ അഥവാ ദിവാൻ. ദളവമാർ അല്ലെങ്കിൽ ദിവാൻമാർ എന്നാണ് വിളിച്ചിരുന്നത് എന്ത് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ. പണ്ട് കാലങ്ങളിലൊക്കെ PSC എങ്ങനെയെങ്കിലും ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന ധാരണയിലായിരുന്നു എക്സാമൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴേ ഈ ഒരു കാലഘട്ടത്തിൽ PSC എങ്ങനെ മാക്സിമം ആളുകളെ കുറയ്ക്കാം, അതായത് അത്രയും ആപ്ലിക്കൻറ്റ്സ് കൂടി എല്ലാവരും PSCക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും PSC ട്രൈ ചെയ്യുമ്പോൾ അത്രയും അപേക്ഷകരുണ്ടാകുമ്പോൾ അതിൽ നിന്നും മാറ്റിക്കുറുക്കി അത്രയും യോഗ്യന്മാരായ കുറച്ച് ആളുകൾക്ക് PSC ജോലി കൊടുക്കൂ. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. അതായത് ഇതൊന്നും മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ ഇതുപോലെ തിരുവിതാംകൂറിൻ്റെ പതാകയുടെ നിറമൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ചിലപ്പം PSC നമ്മളെ കുഴക്കുന്നതിന് വേണ്ടി പല ചോദ്യങ്ങളും ചോദിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് തിരുവിതാംകൂറിൻ്റെ പതാകയുടെ നിറം? എന്താണ്? ചുവപ്പാണ്. എന്താണ്? തിരുവിതാംകൂറിൻ്റെ പതാകയുടെ നിറം എന്താണ്? ചുവപ്പാണ്. തിരുവിതാംകൂറിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ധർമ്മോത്സ്മത് കുലദൈവതം. എന്താണ്? ധർമ്മോത്സ്മത് കുലദൈവതം. അതിൻ്റെ മലയാള അർത്ഥം എന്താണ്? ധർമ്മമാണ് നമ്മുടെ കുലദേവത. ഇതാണ് തിരുവിതാംകൂറിൻ്റെ മുദ്രാവാക്യം. തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നാഞ്ചിനാടാണ്. എവിടെയാണ്? നാഞ്ചിനാട്. നാഞ്ചിനാട് ഇന്ന് തമിഴ്നാട് പ്രദേശത്താണ് ഉള്ളത്. അതായത് കേരള രൂപീകരണം വന്നതിന് ശേഷം തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്ക് പെട്ടുപോയി കിടക്കുകയാണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് എന്താണ്? നായർ ബ്രിഗേഡ് എന്നാണ്. തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെടുന്നത് എന്തായിരുന്നു? നായർ ബ്രിഗേഡ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വ സൈന്യാധിപൻ ആരായിരുന്നു? കുമാരസ്വാമി പിള്ളയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വ സൈന്യാധിപൻ ആരായിരുന്നു? കുമാരപിള്ള. തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെടുന്നത് എന്താണ്? മുളക് മടിച്ചില. അതായത് ധനകാര്യ വകുപ്പ്. തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അഥവാ ധനകാര്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? മുളക് മടിച്ചില. ഇതൊക്കെ കൊണ്ടുവരുന്ന ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് കൊണ്ടുവരുന്നത്. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂറിലെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇത് മാർത്താണ്ഡവർമ്മയാണോ കൊണ്ടുവന്നത്? അല്ല, മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമാണ് ആര് വരുന്നത്? ഈ ദിവാനായിട്ട് വരുന്നത് കേണൽ ജോൺ മൺറോ. കേണൽ മൺറോ എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. കേണൽ ജോൺ മൺറോ. കേണൽ ജോൺ മൺറോ അല്ലെ കേണൽ മൺറോ ആണ് എന്ത് തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവരുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഏതാണ്? ചട്ടവരിയോലകൾ. ഇത് എഴുതി തയ്യാറാക്കിയതാരാണ്? കേണൽ മൺറോ ആണ്. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയതാരാണ്? കേണൽ മൺറോ ആണ്. 1814 കേണൽ മൺറോ ദിവാൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആരെയാണ് തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്തത്? ദേവൻ പത്മനാഭൻ. അതായത് ദേവൻ പത്മനാഭൻ എന്ന ആര് കേണൽ മൺറോ തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് സ്വന്തമായി തപാൽ സംവിധാനമായ അഞ്ചൽ, വനിതാ പോലീസ് സ്റ്റേഷൻ എന്നിവ ആരംഭിച്ച ആദ്യ നാട്ടുരാജ്യം എവിടെയാണ്? തിരുവിതാംകൂറാണ്. വനിതാ പോലീസ് സ്റ്റേഷനല്ല, വനിതാ പോലീസ് കേട്ടോ. സ്വന്തമായി തപാൽ സംവിധാനമായ അഞ്ചൽ അതുപോലെ വനിതാ പോലീസ് എന്നിവയൊക്കെ ആരംഭിച്ച ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. കേരളത്തിൽ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഇന്ത്യയിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയും നിലവിൽ വന്ന നാട്ടുരാജ്യവും ഏതാണ്? തിരുവിതാംകൂറാണ്. ആദ്യം എവിടെയായിരുന്നു? അത് മൈസൂരായിരുന്നു ആദ്യം. കേരളത്തിൽ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഇന്ത്യയിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയും നിലയിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ആദ്യം അത് എവിടെയായിരുന്നു? മൈസൂരായിരുന്നു. ആദ്യത്തേത് മൈസൂരാണ്, രണ്ടാമത് തിരുവിതാംകൂറാണ്. പുസ്തകം, അതായത് തിരുവിതാംകൂറിനെ കുറിച്ചുള്ള പുസ്തകം. തിരുവിതാംകൂർ ചരിത്രം രചിച്ചതാരാണ്? പി ശങ്കുണ്ണി മേനോനാണ്. ആരാണ്? തിരുവിതാംകൂർ ചരിത്രം രചിച്ചതാരാണ്? പി ശങ്കുണ്ണി മേനോനാണ്. തൃപ്പടിദാനം എന്നൊരു പുസ്തകം രചിച്ചു. അതാരാണ്? ഉമാമഹേശ്വരിയാണ്. ഉമാമഹേശ്വരി രചിച്ച പുസ്തകമാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടത്തിയതാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം തൃപ്പടിദാനം. രണ്ടാം തൃപ്പടിദാനം ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു.
അല്ലേ? തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം സാമുവൽ മെറ്റിയർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം എന്ന പുസ്തകം രചിച്ചത്. ആരാണ്? സാമുവൽ മെറ്റിയർ എന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം എന്ന പുസ്തകം രചിച്ചത്. ഇനിയാണ് നമ്മൾ തിരുവിതാംകൂറിൻ്റെ യഥാർത്ഥ ഹീറോ ആയിരുന്ന മാർത്താണ്ഡവർമ്മയിലേക്ക് എത്തുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം ഏതായിരുന്നു പറഞ്ഞത്? 1729 മുതൽ 1758 വരെ. ഏതാണ്? 1729 മുതൽ 1758 വരെ. ഇനി മാർത്താണ്ഡവർമ്മ ചില വിശേഷണങ്ങളിലൂടെ അറിയപ്പെടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. എന്തൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എന്താണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ തിരുവിതാംകൂറിലെ അശോകൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ ഇത് അദ്ദേഹം സ്വയം വിളിച്ചതാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നൊക്കെ സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ചതായിരുന്നു അത്. എന്നാൽ ഇത്തരം വിശേഷണങ്ങളിലൂടെയൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നുണ്ട്. ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. എന്താണ്? ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേരാണ് അദ്ദേഹം സ്വീകരിച്ചു. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കൽക്കുളം, അതായത് പത്മനാഭപുരം എന്നറിയപ്പെടുന്ന കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു, തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നു, അതുപോലെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരെന്തായിരുന്നു? ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. ഇത്രയൊക്കെ വിശേഷണങ്ങൾ മാർത്താണ്ഡവർമ്മയുടേതായിട്ടുണ്ട്. ഇനി തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം എവിടെയായിരുന്നു? അറിയോ? എവിടെയായിരുന്നു രാഷ്ട്രീയ തലസ്ഥാനം? കൽക്കുളമായിരുന്നു. എവിടെയായിരുന്നു? തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമായിരുന്നു. വ്യാപാര തലസ്ഥാനം, അതായത് രാഷ്ട്രീയ തലസ്ഥാനമല്ല, വ്യാപാര തലസ്ഥാനം എന്ന് പറയും. വ്യാപാരത്തിൻ്റെ തലസ്ഥാനം, വ്യാപാരം നടത്തിയിരുന്ന വ്യാപാരികൾക്കൊക്കെ ഉള്ളൊരു തലസ്ഥാനം, അതാണ് വ്യാപാര തലസ്ഥാനം. വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയായിരുന്നു. രാഷ്ട്രീയ തലസ്ഥാനം എവിടെയായിരുന്നു? കൽക്കുളമായിരുന്നു. ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്. രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമായിരുന്നെങ്കിൽ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയായിരുന്നു. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങൾ, മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൽ എങ്ങനെയായിരുന്നു അതറിയപ്പെട്ടിരുന്നത്? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ്. പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൽ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം അഥവാ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, വ്യക്തമായില്ലേ? ക്ലാസ്സിനെക്കുറിച്ച് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അത് പോസിറ്റീവ് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്കുള്ള വിമർശനങ്ങളൊക്കെ എഴുതിയിടാം. ഓക്കെ, നമുക്കതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പോകാം മുന്നേക്ക്. ഓക്കെ, നമ്മൾ നോക്കുന്നത് എന്താണ്? തൃപ്പടിദാനം. ഒന്നാം തൃപ്പടിദാനമാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അത് 1766 ഇത് ഒന്നാം തൃപ്പടിദാനം ഏത് വർഷമാണ്? 1750 ജനുവരി 3. ഇതിപ്പോൾ തീയതി അടക്കം PSC ചോദിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തീയതി കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം നടത്തിയതാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു സമർപ്പണത്തെയാണ് എന്തറിയപ്പെടുന്നത്? തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യമായ തിരുവിതാംകൂർ കുലദൈവമായ, അതായത് തിരുവിതാംകൂറിൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഈ സമർപ്പിച്ച ഈ ചടങ്ങിന് അറിയപ്പെടുന്ന പേരാണ് എന്ത്? തൃപ്പടിദാനം. ആദ്യമായി തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ 1750 ജനുവരി 3. രണ്ടാം തൃപ്പടിദാനം നടത്തിയാരാണ്? ധർമ്മരാജ 1766. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമായ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരിയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമായ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചതാണ് ഉമാമഹേശ്വരി. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ് അറിയപ്പെട്ടത്? പത്മനാഭദാസന്മാർ എന്നറിയപ്പെടും. അതുവരെ വഞ്ചിഭൂപതിമാരെന്നായിരുന്നു അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം, അതായത് ഈ തൃപ്പടിദാനത്തിന് ശേഷം എന്താണ്? ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി.
നിങ്ങൾ ഹൈസ്കൂളുകളിലൊക്കെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും എട്ട് വീട്ടിൽ പിള്ളമാരെ കുറിച്ച്. ആരായിരുന്നു ഈ എട്ട് വീട്ടിൽ പിള്ളമാർ? ആരായിരുന്നു? അതായത് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ശത്രുക്കളായിരുന്നു, ബദ്ധശത്രുക്കളായിരുന്നു. അദ്ദേഹം എതിർത്ത് തോൽപ്പിച്ച പ്രമുഖ നായർ തറവാടികളായിരുന്നു. നായർ തറവാട്ടിലെ പ്രഭുക്കന്മാരായിരുന്നു. 8 നായർ തറവാട്ടിലെ പ്രഭുക്കന്മാരായിരുന്നു ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. എങ്ങനെയാണ് 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയുമായി ശത്രുതയിലാവുന്നത്? അതായത് അന്നൊക്കെ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ മക്കത്തായമല്ല. അന്ന് മരുമക്കത്തായ പ്രകാരം രാമവർമ്മ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരവനായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്കാണ് അധികാരം കിട്ടിയത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് രാമവർമ്മയുടെ മക്കളായ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും മുന്നോട്ട് വന്നു. ഈ രാമൻ തമ്പിയും പപ്പുത്തമ്പിക്കും വേണ്ടി അതായത് കൂടെ കൂടിയ, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കൂടെ കൂടിയ ആളുകളാണ് ഈ 8 വീട്ടിൽ പിള്ളമാർ. അതായത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായും അതിൻ്റെ കാര്യക്കാരായിരുന്ന എട്ടരയോഗവുമായി ബന്ധമുള്ള നായർ പ്രമാണികളാണ് ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. അതാരൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ കഴക്കൂട്ടത്ത് പിള്ള, രാമനാമടം പിള്ള, ചെമ്പഴന്തി പിള്ള, കുടമ്മൻ പിള്ള, അതുപോലെ വെങ്ങാനൂർ പിള്ള, മാർത്താണ്ഡമടം പിള്ള, പിന്നെ പള്ളിച്ചൽ പിള്ള, കൊളത്തൂർ പിള്ള തുടങ്ങി 8ഓളം നായർ തറവാട്ടിലെ പ്രമാണിമാർ. ഇത് നായർമാരെന്ന് പറയുന്നത് 4 കൂട്ടർ പിള്ളമാരും ബാക്കി 4 കൂട്ടർ കുറുപ്പന്മാരുമാണെന്നാണ് പറയുന്നത്. 4 കൂട്ടർ ഈ പൊതുവെ പറയപ്പെടുന്ന നായർ തറവാട് എന്നാണെങ്കിലും അതിൽ 4 കൂട്ടർ പിള്ളമാരും ബാക്കി 4 കൂട്ടർ ആരാണ്? കുറുപ്പന്മാരുമാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു? അതൊരു സഭയായിരുന്നു. തിരുവനന്തപുരത്തുള്ള ഒരു സഭയായിരുന്നു. ആ സഭയിൽപ്പെട്ട അംഗങ്ങളായിരുന്നു കുപ്പക്കര പോറ്റിയും വഞ്ചിയൂർ അത്തിയറ പോറ്റി, അങ്ങനെ കുറേ പോറ്റികളുണ്ട്. കൊല്ലൂർ അത്തിയറ പോറ്റി, മുട്ടവിള പോറ്റി, കരുവാ പോറ്റി, നെയ്തശ്ശേരി പോറ്റി തുടങ്ങിയ കുറേ സഭാംഗങ്ങൾ കൂടിയിട്ടായിരുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തിയിരുന്നത്. സഭ കൂടുമ്പോൾ അധ്യക്ഷം വഹിക്കുന്നത് ആരായിരുന്നു? പുഷ്പാഞ്ജല സ്വാമിയാർ എന്ന് പറയുന്ന ആളായിരുന്നു. ആരാണ്? പുഷ്പാഞ്ജല സ്വാമിയാരായിരുന്നു സഭ കൂടുമ്പോൾ അധ്യക്ഷം വഹിച്ചിരുന്നത്. ഈ ശ്രീകാരത്ത് പോറ്റി ആയിരുന്നു ആര്? സഭാഞ്ചിതൻ അഥവാ സഭയുടെ ഒരു കാര്യദർശി എന്ന് പറയുന്നത്. സഭയുമായി ബന്ധപ്പെട്ട 8 പേരും പിന്നെ വേണാട്ടരജനും, ഇങ്ങനെ ഈ 8 പേരും വേണാട്ടരജനും ചേർന്നതാണ് എട്ടരയോഗം. അങ്ങനെ സഭ എടുക്കുന്ന തീരുമാനങ്ങൾ അരജൻ അംഗീകരിച്ചാൽ മാത്രമേ അന്ന് സഭ തീരുമാനങ്ങൾ നടപ്പിലാവുള്ളായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ വമ്പിച്ച ഭൂസ്വത്തുകളിൽ നിന്ന് പാട്ടം പിരിക്കാൻ എട്ടരയോഗം മേൽപ്പിച്ച 8 നായർ പ്രഭുക്കന്മാരാണ് 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അധികാരമൊക്കെ വെച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മ രാജാവായപ്പോൾ ഈ 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ തിരിഞ്ഞു. ആരെ? രാമൻ തമ്പിയെയും പപ്പുത്തമ്പിയെയും സഹായിച്ചുകൊണ്ട്. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഈ 8 വീട്ടിൽ പിള്ളമാരുമായി ശത്രുതയിലായി. അങ്ങനെ ഈ രാജഭരണത്തിലെ കൈകടത്തലൊക്കെ കൂടുതലായിരുന്നു ഇവർക്ക്. അതിനാൽ തന്നെ എന്തുകൊണ്ട് ദേശദ്രോഹ കുറ്റം ചുമത്തി മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഇവരെ തൂക്കിലേറ്റുകയാണ് ചെയ്തത്. അങ്ങനെ തൻ്റെ ഭരണത്തിന് എതിർപ്പ് നിന്നിട്ടുള്ള രാമൻ തമ്പിയെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പപ്പുത്തമ്പിയെയും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന 8 വീട്ടിൽ പിള്ളമാരെയും അടിച്ചമർത്തി എന്ന് പറഞ്ഞാൽ അവരെ കാലപുരിക്ക് അയച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മ തൻ്റെ ഭരണം അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു. അതായത് വളരെ ശക്തനായി മാറി മാർത്താണ്ഡവർമ്മ. അപ്പോഴേക്കും മറ്റ് ശത്രുക്കളില്ല. അങ്ങനെ മാർത്താണ്ഡവർമ്മ എന്ത് തോന്നി? തൻ്റെ ഈ ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം കുറച്ച് ചെറുതാണ്, കുറച്ചുകൂടെ ഭൂവിസ്തൃതിയൊക്കെ ഇതിലേക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ തിരുവിതാംകൂറിനെ സമീപമുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ ആക്രമിച്ചുകൊണ്ട് അവരെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഒരുപാട് രാജ്യങ്ങൾ തൻ്റെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. കഴക്കൂട്ടം അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. തൻ്റെ തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അങ്ങനെ ഭൂമിയുടെ വിസ്തൃതിയൊക്കെ ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് തോന്നി ഈ ഒരു ഭൂമിയെ അതായത് വിഭജിച്ചുകൊണ്ട് ഇന്ന രീതിയിൽ വകയിരുത്താമെന്ന് തോന്നി. അങ്ങനെ മാർത്താണ്ഡവർമ്മ തൻ്റെ ഭൂമി, അതായത് തൻ്റെ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഭൂമിയെ ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, പണ്ടാരവക ഭൂമി, ദാനം ഭൂമി എന്നിങ്ങനെ 4ആയി തിരിച്ചു. എന്താണ് ഭൂമിയെ ദേവസ്വം എന്ന് പറയുന്നത്? ഭൂമിയെ ദേവസ്വമായി തിരിച്ചത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ക്ഷേത്രം വക ഭൂമിയാണ് ദേവസ്വം ഭൂമി എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് വകയിരുത്തിയ ഭൂമിയായിരുന്നു ദേവസ്വം ഭൂമി.
എന്നാൽ ബ്രഹ്മസ്വം ഭൂമി അതുപോലെ തന്നെ എന്താണ് ഈ ബ്രാഹ്മണർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ, യോഗികളായുള്ള ആളുകൾക്കൊക്കെ വകയിരുത്തിയ ഭൂമിയായിരുന്നു ബ്രഹ്മസ്വം ഭൂമി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പണ്ടാരവക ഭൂമി എന്ന് പറയുന്നത്. പണ്ടാരം എന്ന് പറയുന്ന ആ കാലത്ത് സർക്കാരിനെയാണ് പണ്ടാരം എന്ന് പറയുന്നത്. പണ്ടാരവക ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമിയാണ്. പിന്നെ വരുന്നത് ഈ ദാനം ചെയ്യുന്ന ഭൂമി, അതായത് ദാനഭൂമി എന്ന് പറയും. അങ്ങനെ 4 വകയായിട്ടാണ് ഭൂമിയെ അക്കാലത്ത് മാർത്താണ്ഡവർമ്മ വിഭജിച്ചത്. അതുപോലെ തിരുവിതാംകൂർ റവന്യൂ ഭരണാടിസ്ഥാന ഭാഗമായി മണ്ഡപത്തുംപാതുക്കൽ. എന്താണ് മണ്ഡപത്തുംപാതുക്കൽ എന്ന് പറഞ്ഞാൽ? ഇന്ന് നമുക്ക് മണ്ഡപത്തുംപാതുക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇത് എന്താണെന്ന് കാര്യം നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷെ അക്കാലത്ത്, അതായത് ഇന്ന് നമുക്ക് എന്തുണ്ട്, റവന്യൂ ഓഫീസുകൾ സംബന്ധിച്ച് താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസൊക്കെ ഉണ്ട്. എന്നാൽ അക്കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതിന് ഈ റവന്യൂ കാര്യങ്ങൾ, നികുതി പിരിക്കൽ, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച ഒരു ഓഫീസാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് മണ്ഡപത്തുംപാതുക്കൽ. ഇന്നത്തെ താലൂക്ക് ഓഫീസിന് സമാനമാണ് അന്നത്തെ മണ്ഡപത്തുംപാതുക്കൽ എന്ന് പറയുന്നത്. അതായത് മണ്ഡപത്തുംപാതുക്കൽ എന്ന പേര് താലൂക്ക് ഓഫീസുകൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് നിലവിൽ വന്ന മണ്ഡപത്തുംപാതുക്കൽ, അതായത് ഇന്നത്തെ വില്ലേജുകൾ മാതിരി ഒരുപാട് വില്ലേജുകൾ കൂടുമ്പോഴാണ് ഒരു താലൂക്ക് വരുന്നത്. അപ്പോൾ ഒരു താലൂക്കിന് കീഴിൽ ഒരുപാട് വില്ലേജുകൾ ഉണ്ടാവും. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു മണ്ഡപത്തുംപാതുക്കൽ ഉണ്ടാക്കി. അതിലൊരു തഹസിൽദാറിന് സമാനമായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? കാര്യകാരി, അതായത് കാര്യസ്ഥൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ. പിന്നെ തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന് പറയുന്നത് ഒരു പട്ടാളം ആണ്, അന്നത്തെ കുറേ സൈന്യമാണ്. ആദ്യമായി മറവപ്പട എന്ന പേരൊരു സ്ഥിരം സൈന്യത്തെ ഏർപ്പാടാക്കി മാർത്താണ്ഡവർമ്മ. ഈ സൈന്യത്തിലേക്ക് ആളുകളെ കണ്ടെത്തിയ എങ്ങനെയായിരുന്നു? സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അല്ലെങ്കിൽ ഇരളി, അടുത്തൂൺ എന്ന പേരിൽ പെൻഷനും നൽകിയിരുന്നു. അതായത് ഇരളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. പിന്നെ അവർ വിരമിക്കും എന്ത് ചെയ്യും? ഇരളി അല്ലെങ്കിൽ അടുത്തൂൺ എന്ന പേരിൽ, അടുത്തൂൺ പറ്റുക എന്നൊക്കെ ഒരു ശൈലി സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അടുത്തൂൺ എന്ന് പറയുന്ന ഈ വിരമിക്കുന്നതിനെയാണ്, അതായത് പെൻഷൻ ആവുക. അപ്പം ഈ വിരമിക്കുമ്പോൾ പെൻഷനും നൽകിയിരുന്നു. സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചു. എങ്ങനെയാണ് യൂറോപ്യന്മാർ പരിശീലിപ്പിച്ചത്? ആരാണ്? ഡിലനോയി ആണ് അല്ലേ. ഡിനലോയി എങ്ങനെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുകയും അങ്ങനെ ഡിലനോയി ഈ തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിലനോയാണ് യൂറോപ്യൻ മാതൃകയിൽ ഈ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത്. ഡച്ച് പട്ടാളത്തിൻ്റെ ഭാഗമായ ഫ്രഞ്ചുകാരൻ്റെ സഹായം, അതായത് അതാരാണ് ഡച്ച് പട്ടാളത്തിൻ്റെ ഭാഗമായ ഫ്രഞ്ചുകാരൻ എന്ന് പറയുന്നത്? ഡിലനോയാണ്, ലഭിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് ആരാണ്? ഈ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത്? ഭൂസർവേ എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് ഭൂസർവേ അല്ല കേട്ടോ. ഒരു ഭൂസർവേ നടത്തി ഭൂമി തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂസർവേ നടത്തി ഭൂമി തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പിന്നീട് മാർത്താണ്ഡവർമ്മ എന്തു ചെയ്തു? തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. അതായത് അന്ന് ജന്മികളുടെ പ്രഭുക്കന്മാരുടെ ഒക്കെ ഒരു ഭരണം ഉണ്ടായിരുന്നു, അത് അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാവരും ഭരിക്കേണ്ട ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ്, ഞാൻ തന്നെ ഭരിച്ചാൽ മതി എന്നൊരു നിലവിൽ മൂപ്പരെത്തി അല്ലേ. അതിനുശേഷം കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകൾക്ക് സമാനമായ ചൗക്കകൾ സ്ഥാപിച്ചു. അതായത് ചെക്ക് പോസ്റ്റ്, ഇന്നത്തെ ചെക്ക് പോസ്റ്റുകളാണ് അന്ന് ചൗക്കകൾ എന്നറിയപ്പെടുന്നത്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തികളിൽ ചൗക്കുകൾ ഏർപ്പെടുത്തി. തിരുവിതാംകൂറിൽ പതിവ് കണക്കു എന്ന പേരിൽ ആദ്യ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റില്ലേ, നമ്മൾ വാർഷിക ബജറ്റ്, അതിന് പതിവ് കണക്ക് എന്നാണ് പറയുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് എന്ന പേരിൽ ആദ്യമായിട്ടൊരു വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. അതുപോലെ 1750 ജനുവരി 3 തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭന് ദാനമായി സമർപ്പിച്ചു. ഇതാണ് തൃപ്പടി ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1750 ജനുവരി 3 തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭൻ, അതായത് താൻ ഒരുപാട് ആളുകളെയൊക്കെ ആക്രമിച്ച്, നാട്ടുരാജ്യം ആക്രമിച്ച് അവരെ ഭൂമിയൊക്കെ അനക്സ് ചെയ്ത് വലിയ വിസ്തൃതിയാക്കിയിട്ടുണ്ട്. അപ്പം ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സങ്ങോട്ട് മടുക്കുകയാണ്. ഇതിപ്പം എന്താണ്, തിരുവിതാംകൂറിൻ്റെ നാഥനായിട്ടുള്ള അല്ലെങ്കിൽ കാവൽക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭന് ദാനമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശ്രീ പത്മനാഭനെ ദാനമായി സമർപ്പിച്ചു. ഇതിനാണ് തൃപ്പടി ദാനം എന്നറിയപ്പെടുന്നത്. അക്കാലങ്ങളിലെ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്നറിയപ്പെടും. ആരാണ്? പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്, പഠിക്കുക, ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, 1-2 ആവർത്തി കണ്ടുകൊണ്ട് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കണം കേട്ടോ. ഇനി എന്താണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി?
അതായത് അക്കാലത്ത് മന്ത്രിമാർക്ക് പറഞ്ഞിരുന്ന പേരാണെന്ത്, ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നൊക്കെ. അപ്പം മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി ആരായിരുന്നു, രാമയ്യൻ ദളവ അല്ലെങ്കിൽ ദളവ രാമയ്യൻ എന്നും പറയാം. ദളവ രാമയ്യൻ അല്ലെങ്കിൽ രാമയ്യൻ ദളവ. പിന്നീട് നമ്മൾ നോക്കുന്നത് കുറച്ച് ലയനങ്ങളും യുദ്ധങ്ങളും ഉടമ്പടികളുമാണ്. അതായത് അക്കാലത്ത് ഏകദേശം 1600 കൂടിയിട്ട് ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരൊക്കെ ഇവിടെ എത്തിയിട്ട് 1400 പോർച്ചുഗീസുകാർ വന്നു. അതിനുശേഷം 1498 കേട്ടോ പോർച്ചുഗീസുകാർ വന്നു. അതിനുശേഷം 1600 ബ്രിട്ടീഷുകാരൊക്കെ വന്നു. അങ്ങനെ വലിയൊരു കലാപഭൂമിയായി മാറിയിട്ടുണ്ട് ഇവിടെ. ഒരുപാട് മത്സരങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുക. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുമായൊക്കെ ഒരുപാട് ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആര്, മാർത്താണ്ഡവർമ്മ. അങ്ങനെയുള്ള ലയനങ്ങളും യുദ്ധങ്ങളും ഉടമ്പടികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതിനി നോക്കണമെന്നില്ല. അടുത്തത്, ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാരാണ്, മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാരായിരുന്നു മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ഏതാണ്, 1730. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ഏതാണ്, 1730. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാരായിരുന്നു, വീരകേരളവർമ്മ. നേരത്തെ പറഞ്ഞല്ലോ, മാർത്താണ്ഡവർമ്മ സമീപ രാജ്യങ്ങളൊക്കെ ആക്രമിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തേക്ക് മറ്റു ഭൂമികൾ അനക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് തടവിലിട്ട ഒരു രാജാവാണ്, ഒരു സമീപ രാജ്യത്തെ രാജാവായിരുന്നു വീരകേരളവർമ്മയായിരുന്നു. കൊട്ടാരക്കര രാജാവായിരുന്നു അദ്ദേഹം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, മാർത്താണ്ഡവർമ്മ ഇളയിടത്തു സ്വരൂപത്തെ, അതായത് കൊട്ടാരക്കര എന്ന് പറയുന്ന രാജ്യത്തിന് പറഞ്ഞ പേരായിരുന്നു എന്ത്, ഇളയിടത്തു സ്വരൂപം. ഈ ഇളയിടത്തു സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ഏതാണ്, 1741. കൊട്ടാരക്കരയിലെ രാജാവായിരുന്ന നേരത്തെ തടവിലിട്ടു എന്ന് പറഞ്ഞത് അല്ലേ, വീരകേരളവർമ്മ. അപ്പം 1741 ഈ ഒരു രാജ്യത്തെ വീരകേരളവർമ്മയെ ആക്രമിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തോട് ലയിപ്പിച്ചു. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ഏതാണ്, 1742. 1742 കിളിമാനൂർ അനക്സ് ചെയ്തു, തൻ്റെ രാജ്യത്തോടു ചേർത്തു. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ്, മാർത്താണ്ഡവർമ്മയാണ്. അതായത് തെക്കുംകൂർ വടക്കുംകൂർ എന്ന സമീപ പ്രദേശങ്ങളെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ കായംകുളം, അഥവാ കായംകുളത്തിൻ്റെ മറ്റൊരു പേരാണ് ഓടനാട് പിടിച്ചെടുക്കിയത് ഏത് വർഷത്തിലാണ്, 1746. ഈ തീയതിക്ക് വർഷങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഈ വർഷം ഒന്ന് ഓർത്ത് വെക്കണേ. 1741 തിരുവിതാംകൂറിനോട് കൊട്ടാരക്കരയെ ലയിപ്പിച്ചു. 42 കിളിമാനൂർ പിടിച്ചെടുത്തു. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ കായംകുളം അഥവാ ഓടനാട് 1746 പുറക്കാട് യുദ്ധത്തിലാണ്. പുറക്കാട് യുദ്ധം നടന്ന വർഷം അല്ലെ, പുറക്കാട് യുദ്ധം നടന്ന വർഷമൊക്കെ സ്ഥിരമായി PS ചോദിക്കുന്നതാണ്. ഏതാണ് വർഷം, 1746 പുറക്കാട് യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു, കായംകുളം അഥവാ ഓടനാട് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു. കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു, എരുവയിൽ അച്യുതവാര്യർ എന്ന് പറയുന്ന സേനാനായകനായിരുന്നു. ആരാണ്, എരുവയിൽ അച്യുതവാര്യരായിരുന്നു കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം. അടുത്തതായി നമ്മൾ നോക്കുന്നത് മാർത്താണ്ഡവർമ്മ വിദേശികളുമായി ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ നാട്ടുരാജ്യത്തെ രാജാക്കന്മാരുമായൊക്കെ ചെയ്തിട്ടുള്ള ചില ഉടമ്പടികളെക്കുറിച്ചാണ്. ഇതിൽ പ്രധാനമായതാണ് 1723 വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി. ഈ ഒരു ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്ന രാമവർമ്മയ്ക്ക് വേണ്ടിയാണ്. കാരണം അന്ന് രാജാവ് മാർത്താണ്ഡവർമ്മയല്ല, ആരാണ്, രാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവനായ രാമവർമ്മയായിരുന്നു രാജാവ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം യുവരാജാവ് എന്ന നിലയിലാണ് ആര് ഒപ്പുവെക്കുന്നത്, മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത്. ആരുമായിട്ടാണ് ഒപ്പുവെക്കുന്നത്, മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടറും എന്ന വിദേശിയുമായിട്ടാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്, വേണാട് വെച്ചിട്ട്. അതുകൊണ്ട് ഈ ഉടമ്പടി അറിയപ്പെടുന്ന പേരെന്താണ്, വേണാട് ഉടമ്പടി. ഏത് വർഷമാണ് ഒപ്പുവെച്ചത്, 1723. പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്, പഠിച്ചേ മതിയാവും. ഓക്കെ, അടുത്തതായിട്ട് 1742 മാന്നാർ ഉടമ്പടി. അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടെ പറയാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത്, അതായത് ഇന്ത്യയിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത്, ഈ അലക്സാണ്ടർ റോമുമായി ഒപ്പുവെച്ചിട്ടുള്ള വേണാട് ഉടമ്പടി.
ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരാം. 1742 ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത്? മാന്നാർ ഉടമ്പടി. ഇത് വിദേശികളുമായിട്ടല്ല ഒപ്പുവെച്ചത്. ആരായിട്ടാണ്? തൊട്ടയൽപക്ക രാജ്യമായ കായംകുളം രാജാവുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത്? മാന്നാർ ഉടമ്പടി. ഏത് വർഷമാണ്? 1742. മറന്നു പോകരുത്. 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും. ഇതും ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്. PYQ ആണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ PDF, അതായത് ഇതിൽ നമ്മൾ ഉപയോഗിച്ച PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ചാനലിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്താൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ലിങ്ക് തരാം, അല്ലെങ്കിൽ ലിങ്ക് അതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഇനി മാർത്താണ്ഡവർമ്മ വേഴ്സസ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇതിൻ്റെ കാരണം, അതായത് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ആണ് ഇതിൻ്റെ കാരണം. എന്ത്? കുളച്ചളി യുദ്ധം ആണ്. ചരിത്രം ഡച്ച് സൈന്യം ഇതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഡച്ച് സൈന്യം സിലോണിൽ നിന്ന് കൽക്കുളത്ത് പീരങ്കിപ്പടയുമായി എത്തിച്ചേർന്നു. കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ അവർ പിടിച്ചടക്കി. പിന്നീട് കൽക്കുളത്തേക്ക് നീങ്ങി. ഇതറിഞ്ഞ മാർത്താണ്ഡവർമ്മ കുളച്ചലിൽ വെച്ച് ഡച്ച് സൈന്യവുമായി ഏറ്റുമുട്ടി. അങ്ങനെ മാർത്താണ്ഡവർമ്മ വിജയിച്ചു. ഡിലനോയ് ഉൾപ്പെടെ നിരവധി ഡച്ചുകാരെ തടവുകാരുമാക്കി. ഇതാണ് എന്ത് പറയുന്നത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം എവിടെ വെച്ച് നടന്നു? കുളച്ചലിൽ വെച്ച്. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കുളച്ചലിൽ വെച്ചാണ് നടന്നത്. ഓക്കെ. ഏത് വർഷമാണ് യുദ്ധം നടന്നത്? 1741 ജൂലൈ 31 കുളച്ചൽ യുദ്ധം നടന്നത്. എവിടെ വെച്ചാണ്? കുളച്ചലിൽ വെച്ച്. ഏത് വർഷമാണ്? 1741 ജൂലൈ 31. ഓക്കെ. അങ്ങനെ യുദ്ധത്തിൽ ഡിലനോയിയെ തടവിലാക്കുന്നു. തുടർന്നെന്തായി? ഡിലനോയി രാജാവിൻ്റെ വിശ്വാസം സമ്പാദിക്കുകയും, അതായത് രാജാവിനോട് പറഞ്ഞു, എന്നെ കൊല്ലരുത്, എന്നെ കൊന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായി തുടർന്നു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ മാർത്താണ്ഡവർമ്മ ആളൊരു കുറുക്കനാണല്ലോ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഡിലനോയിയെ കിട്ടുകയാണെങ്കിൽ തൻ്റെ സൈന്യത്തെ യൂറോപ്യൻ മോഡലിൽ പരിശീലിപ്പിക്കാം, അപ്പം തനിക്ക് കോള് തന്നെ എന്നുള്ള രീതിയിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഡിലനോയിയെ തൻ്റെ സൈനിക മേധാവിയായിട്ട് നിയമിച്ചു. അങ്ങനെ സർവ്വസൈന്യാധിപനായിട്ട് ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ 1741, അതായത് കുളച്ചൽ യുദ്ധം നടന്നതും 1741 41 സർവ്വസൈന്യാധിപനായിട്ട് മാർത്താണ്ഡവർമ്മ ഡിലനോയിയെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ സർവ്വസൈന്യാധിപനായി നിയമിക്കപ്പെട്ട ഡിലനോയ് പിന്നീട് എങ്ങനെ അറിയപ്പെട്ടു? വലിയ കപ്പിത്താൻ. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ട വിദേശിയാണ് ആര്? ഡിലനോയി. ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ ഭാഗമായി മാറുകയും തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായി നിയമിതനായ ഡച്ച് സൈന്യാധിപനായി മാറുകയും ചെയ്തു. പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിക്കുകയും തോക്കുകളും പീരങ്കിയും സൈന്യത്തിൽ അവതരിപ്പിച്ച് സൈന്യത്തെ നവീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഡിലനോയ് പിന്നീട് മരണപ്പെടുന്നു. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. അതായത് അന്നത് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്, ഇന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് തക്കല എന്നൊക്കെ പറയുന്നത് അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അവിടെയായിരുന്നു എന്ത്? ഉദയഗിരിക്കോട്ട മാർത്താണ്ഡവർമ്മയല്ല ഉദയഗിരിക്കോട്ട പണിയുന്നത്. മാർത്താണ്ഡവർമ്മ നവീകരിക്കുകയാണ് ചെയ്യുന്നത്, അതായത് പുതുക്കിപ്പണിയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതുക്കിപ്പണിത ഉദയഗിരിക്കോട്ട ഈ ഡിലനോയിയുടെ സ്മാരകമായിട്ട് മാറ്റി മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു കുളച്ചൽ യുദ്ധമാണ്. ഏതാണ്? കുളച്ചൽ യുദ്ധം. കേരളത്തിലെ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ഡച്ചുകാരുടെ ശക്തി ക്ഷയിക്കാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. എന്താണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിലാണ്. കേരളത്തിലെ തിരുവനന്തപുരത്താണ്. തിരുവിതാംകൂർ ഭാഗത്ത് ഡച്ചുകാരുടെ ശക്തി ക്ഷയിക്കാൻ കാരണമായ യുദ്ധമാണ് എന്ത്? കുളച്ചൽ യുദ്ധം. ഇതുകൊണ്ടൊന്നും മാർത്താണ്ഡവർമ്മ നിർത്തിയിട്ടില്ലായിരുന്നു കേട്ടോ.
അങ്ങനെ മാർത്താണ്ഡവർമ്മ ഇങ്ങനെ തൻ്റെ ഭരണവും പിടിച്ചടക്കലും ഒക്കെ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അങ്ങനെ 1753 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്നിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയാണ് മാവേലിക്കര സന്ധി എന്നറിയപ്പെടുന്നത്. എവിടെയാണ്? മാവേലിക്കരയിൽ വെച്ച് 1753 മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര സന്ധി. ഈ സന്ധിയിൽ എന്തു ചെയ്തു? ഡച്ചുകാർ കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ല എന്നും ഈ സന്ധിയിൽ പറയുന്നുണ്ട്. അതായത് ഡച്ചുകാർ ഈ സന്ധി പ്രകാരം ഒരു നിബന്ധന വെച്ചു. അതായത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരോട് ഒരു നിബന്ധന വെച്ചു. എന്താണ് പറയുന്നത്? ഡച്ചുകാർ കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ നൽകണം. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മേലാൽ ഇടപെടരുത്. ഈ ഒരു സന്ധിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഡച്ചുകാർ സമ്മതിച്ചു. അതിനുശേഷം 1746 പുറക്കാട് യുദ്ധമാണ്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ. 1746 പുറക്കാട് യുദ്ധം. 1754 ആനന്ദേശ്വര യുദ്ധം എന്ന് പറയും. ആനന്ദേശ്വര യുദ്ധം ആരൊക്കെ തമ്മിലാണ്? അമ്പലപ്പുഴയിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലാണ്. അമ്പലപ്പുഴ യുദ്ധം എന്നും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1754 ആനന്ദേശ്വര യുദ്ധം, 1746 പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലാണ് ആനന്ദേശ്വര യുദ്ധം. എവിടെയാണ് സ്ഥലം? അമ്പലപ്പുഴ യുദ്ധം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിലെ ചില കാര്യങ്ങളാണ്. അതായത് കൊട്ടാരത്തിലെ പ്രശസ്ത സദസ്യർ ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവികളായിരുന്നു രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും കൃഷ്ണശർമ്മനും. ത്രയങ്ങൾ കേട്ടോ. ആരൊക്കെയായിരുന്നു? രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, കൃഷ്ണശർമ്മൻ. മാർത്താണ്ഡവർമ്മയുടെ നിർമ്മിതികൾ എന്തൊക്കെയാണ്? കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചു. എവിടെയാണ്? കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചു. കോട്ട മൊത്തമായും കരിങ്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വട്ടക്കോട്ട എവിടെയാണ്? കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചു. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിതു. ഈ കോട്ടയാണ് ഡിലനോയുടെ സ്മാരകമായത്. എന്താണ്? ഉദയഗിരിക്കോട്ട മാർത്താണ്ഡവർമ്മയല്ല പണിതത്, മാർത്താണ്ഡവർമ്മ അത് പുതുക്കിപ്പണിയാണ് ചെയ്തത്. ഓക്കെ. ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മയാണ്. ആരാണ്? വീരരവിവർമ്മ. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മ. വേണാട് എന്ന് പറയുന്നത് തിരുവിതാംകൂറിന് മുമ്പുണ്ടായിരുന്ന നാട്ടുരാജ്യമാണ് വേണാട്. ഓക്കെ. പിന്നെ പൊന്മനണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചതാരാണ്? കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു. ഇതൊക്കെ ആരാണ് ചെയ്തത്? പൊന്മനണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചു. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു. ഇതൊക്കെ ആരാണ് ചെയ്തത്? മാർത്താണ്ഡവർമ്മയാണ്. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു. പൊന്മനണ, പുത്തനണ എന്നിവ പണി കഴിപ്പിച്ചു. അടുത്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുമർ ചിത്രം, അതായത് ചുമർ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. ഇന്നും നിറം മങ്ങാത്തൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. അത് വരപ്പിച്ചത് ആരാണെന്നാണ്? മാർത്താണ്ഡവർമ്മയാണ് അത് വരപ്പിച്ചത്. ആരാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുമർ ചിത്രമായ മ്യൂറൽ പെയിൻറ്റിംഗ് വരപ്പിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മ. അതുപോലെ മതിലകൻ രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? മതിലരേഖകൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രേഖകളാണ് മതിലകൻ രേഖകൾ എന്നറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് ഈ മുറജപം, ഭദ്രദീപം എന്നിവ? ഈ മുറജപം എന്ന് പറഞ്ഞാൽ 6 വർഷം കൂടുമ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് മുറജപം. അതുപോലെ മുറജപത്തിന് പകരമായിട്ട് വർഷം തോറും, അതായത് വർഷത്തിൽ 2 തവണ 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ഒരു ദീപം തെളിയിക്കൽ ചടങ്ങാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മുറജപം ആദ്യമായി ആഘോഷിച്ചത് എന്നാണ്? 1750. ഇതൊക്കെ PSC ചോദിച്ചേക്കാം കേട്ടോ, പഠിക്കണേ. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750. 1750 1750. ഓക്കെ. മുറജപത്തിൻ്റെ ചെറു ചടങ്ങാണ് ഭദ്രദീപം. മുറജപത്തിൻ്റെ ചെറു ചടങ്ങാണ് ഭദ്രദീപം. 6 വർഷത്തിലൊരിക്കൽ മുറജപവും വർഷത്തിൽ 2 തവണ, അതായത് 6 മാസം കൂടുമ്പോൾ ഭദ്രദീപവും നടത്തിയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? 8 യോഗമാണ്. 8 യോഗം എന്താണ്? 8 യോഗം
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതിയായിരുന്നു എട്ടര യോഗം എന്ന് പറയുന്നത്. ഈ എട്ടര യോഗം എന്ന കാര്യം നമ്മൾ നേരത്തെ കുറച്ച് പറഞ്ഞതാണ് അല്ലേ, ഒരു പോയിന്റ് പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ പറയാം. അതായത് 8 പോറ്റിമാരും മഹാരാജാവും എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ എന്താണ് പറഞ്ഞത്? 8 പോറ്റിമാരും പിന്നെ വേണാട്ടരജനും ചേർന്നതാണ് എട്ടര യോഗം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വേണാട്ടരജൻ എന്ന് പറയുന്നത് തന്നെയാണ് വേണാട്ട് രാജാവ്. അങ്ങനെ 8 പോറ്റിമാരും മഹാരാജാവും. അതായത് അന്ന് വേണാടാണെങ്കിൽ ഇന്നത് തിരുവിതാംകൂറാണ്. വേണാട്ടരജൻ എന്ന് പറഞ്ഞാൽ വേണാട് ഭരിക്കുന്ന ആളാണ് വേണാട്ടരജൻ. 8 പോറ്റിമാരും വേണാട്ടരജനും. അത് എന്ത് പറയും? അതായത് ഇന്ന് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എന്താണ്? തിരുവിതാംകൂർ രാജാവായി. 8 പോറ്റിമാരും മഹാരാജാവും അടങ്ങുന്നതായിരുന്നു എട്ടര യോഗം. യോഗം എടുക്കുന്ന തീരുമാനങ്ങൾ മഹാരാജാവ് അംഗീകരിച്ചാൽ മാത്രമായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അതായത് നേരത്തെ എന്താണ്? വേണാട്ടരജൻ അംഗീകരിച്ചാലാണ് നടപ്പിലാക്കിയിരുന്നത്. ഇവിടെ എന്ന് പറയുന്നു തിരുവിതാംകൂർ മഹാരാജാവ് അംഗീകരിച്ചാൽ മാത്രമായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാറാണ്. കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. എവിടെയാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്? കായംകുളത്ത്. എവിടെയാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്? കായംകുളത്താണ്. അടുത്തത് എന്താണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫാക്റ്റാണ്, എങ്കിലും കിടന്നോട്ടെ. ഓക്കെ, അടുത്തത് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം, അതായത് മ്യൂറൽ പെയിൻറ്റിങ്. ഈ ചിത്രം എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഉള്ളത്. എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം പെയിൻറ്റ് ചെയ്യിച്ചു. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. ആരാണ് ഇതൊക്കെ ചെയ്തത്? മാർത്താണ്ഡവർമ്മ. അപ്പം മാർത്താണ്ഡവർമ്മയുടെ വീരചരിതങ്ങളാണ് നമ്മൾ ഇത്ര സമയവും പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഒരു ഏടും നമ്മൾ കഴിച്ചു. അപ്പം നമുക്ക് ഇനിയും ഒരുപാട്, അതായത് ഇനി 11 രാജാക്കന്മാരെ കുറിച്ച് പറയാനുണ്ട് അല്ലേ. 11 ഭരണാധിപന്മാരെ എന്ന് പറയുന്നതും ശരി, കാരണം അതിൽ സ്ത്രീകളും പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ രാജാക്കന്മാർ എന്ന് പറയുന്നത് അത് പുല്ലിംഗല്ലേ. ഓക്കെ, നമ്മൾ ഇനി 11 ഭരണാധിപന്മാരെ കുറിച്ചും പറയാനുണ്ട്. അത് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അടുത്ത് വരുന്ന PSCക്കും ഇനി വരുന്ന ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ നിരന്തരം ക്ലാസ്സുകൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് അനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ കൊണ്ടുതരും. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ചാനലിലെ വീഡിയോസും ഈ ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും പഠിക്കാനാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാം, പറ്റില്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് PDF വേണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, സി യു. അടുത്തൊരു ക്ലാസ്സിൽ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.